ഇവരുടെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു ഡോക്ടേഴ്സായാലും നഴ്സുമാരായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെങ്ങനെ എന്താ പറയുക, ഉള്ളം കയ്യിലിട്ട് കൊണ്ടെടുക്കുക എന്ന് പറയും, അതുപോലെ ആയിരുന്നു. എൻ്റെ പേര് മിസ്രിയ. ഞാൻ വരുന്നത് മാവൂരിൽ നിന്നാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഒരു വണ്ടിക്ക് പോയി ഇടിച്ച് എൻ്റെ ഹെൽമെറ്റ് ബാക്കോട്ടായി, കഴുത്തിൽ സ്ട്രാപ്പ് കുടുങ്ങി. കുടുങ്ങിയ സമയത്ത് എൻ്റെ സൗണ്ട് പുറത്ത് വരുന്നില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരവിടുന്ന് CT ഒക്കെ എടുത്ത് പറഞ്ഞു വെൻറ്റിലേറ്ററിൽ കയറ്റണം, എമർജൻസിയാണ്, വെൻറ്റിലേറ്ററിൽ കയറ്റണം, അല്ല പെട്ടെന്നൊരു സർജറി നടത്തണം, അവിടെ അതിനുള്ളൊരു ഇതില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരാണ് കോഴിക്കോടുള്ള ആസ്റ്റർ മിംസിലേക്ക് റെഫർ ചെയ്തത്. ഇവിടെ വന്ന് ഇവിടുന്ന് ഇവർ CT സ്കാനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോഴാണ് തൊറാസിക്കിൻ്റെ തൈറോയ്ഡ് കാർട്ടിലേജ് നിൽക്കുന്ന ആ ഒരു സ്ഥലം കട്ടായി പോയതാണ്. എനിക്ക് സംസാരിക്കാനോ ഒന്നിനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു. സംസാരിക്കാനും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കയറ്റി ഡോക്ടർ മിജോയ് ജാക്കബ് സാറ്, തിൻരാജ് സാറ്, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആസ്ലിൻ സാറ്, പൾമനോളജിൻ്റെ അനൂപ് സാറ്, ഇവരെല്ലാവരോടും ചേർന്നിട്ടുള്ളൊരു ശാസ്ത്രജ്ഞയായിരുന്നു. കഴിഞ്ഞതോടുകൂടി തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റി, എനിക്ക് ശ്വാസം മര്യാദ എടുക്കാൻ പറ്റി. പിന്നെ ഓപ്പറേഷനോട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് വേദന അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു ഡോക്ടേഴ്സായാലും നഴ്സുമാരായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെങ്ങനെ എന്താ പറയുക, ഉള്ളം കയ്യിലിട്ട് കൊണ്ടെടുക്കുക എന്ന് പറയും, അതുപോലെ ആയിരുന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇവിടുത്തെ ഒരു കെയറിങ്ങും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മൾ ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് കാര്യമല്ല, ഹെൽമെറ്റ് ഇട്ട് അതിൻ്റെ സ്ട്രാപ്പ് ടൈറ്റ് ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ അപകടങ്ങൾ വരുന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.